ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കുക്കർ ചിക്കൻ കറി എന്ന് തന്നെ നമുക്ക് പറയാം. അത് കാരണം എന്ന് വെച്ചാൽ അധികം എണ്ണയൊന്നും വേണ്ട, ഉള്ളി വഴറ്റേണ്ട, ഒരുപാട് സമയമൊന്നും വേണ്ട, ബാച്ചിലേഴ്സിന് പോലും ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഒരുപാട് വഴറ്റി അധികം സമയമൊന്നും കളഞ്ഞില്ലെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു 3 അത്യാവശ്യം വലിപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അധികം എരിവില്ലാത്ത 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എടുത്തിട്ടുള്ളത് വെച്ചാൽ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി മെയിനായിട്ട് വേണ്ടുന്ന കുക്കർ തന്നെയാണ്. അപ്പോൾ കുക്കറിലോട്ട് നമുക്കിനി ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം കട്ടിയില്ലാതെ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക. കട്ടിയുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, എങ്കിൽ പോലും കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിൽ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ ഏകദേശം ഇരട്ടിയോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി എന്തായാലും കുറച്ചെങ്കിലും ചേർക്കുക, കാരണം നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എണ്ണയോ വെള്ളമോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. അതുമാത്രമല്ല കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് എണ്ണയൊന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ചിക്കനിലോട്ട് ഈ മസാലയെല്ലാം പിടിക്കത്തക്ക രീതിയിൽ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്ന കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആദ്യം വേണമെങ്കിൽ ഉള്ളി നമ്മൾ മിക്സ് ചെയ്തല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എണ്ണ അധികം വേണ്ട. പിന്നെ അത് മാത്രമല്ല ചിക്കനിലൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് കിട്ടും. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് 1-2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു വിസിൽ അടുപ്പിക്കണം. ഫസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിടുക, പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ ചെയ്യാം. പിന്നെ ഈ സമയം നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് ഏകദേശം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് ഇതിൻ്റെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് തിളപ്പിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒരു വിസിൽ മാത്രമേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഒരുപാട് കുറുകി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലേവറിന് ഇഷ്ടപ്പെട്ട ഇലകളുണ്ടല്ലോ, അതായത് കറിവേപ്പില, മല്ലിയില, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക. അത് വെറും 1-1.5 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യം വിസിലിട്ടത് കൊണ്ട് തന്നെ ചിക്കൻ്റെ ആ ഒരു നെയ്യൊക്കെ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ നല്ല തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഹെൽത്ത് അധികം നോക്കുന്നവരാണെങ്കിൽ എണ്ണ ചേർക്കണമെന്നുമില്ല. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം എണ്ണ മാത്രമേ ലാസ്റ്റ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എണ്ണ ചേർക്കുമ്പോൾ എണ്ണ നല്ലതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത്. ഫസ്റ്റ് ചേർക്കുകയാണെങ്കിൽ കറിയിൽ ഒന്ന് കുറുകി പോകുന്നേ ഉള്ളൂ. പക്ഷേ ലാസ്റ്റ് ചേർക്കുമ്പോൾ ഇതുപോലെ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വളരെ പെട്ടെന്ന് ചെയ്ത് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. Assalamu alaikum. Assalamu alaikum.